നമ്മൾ എല്ലാ ഓർഗനൈസേഷന്റെയും സക്സസ് അതിന്റെ ടീമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണെന്ന് പറയാറുണ്ട്. ഈ ടീം എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, ഓരോ ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ പല ഓർഗനൈസേഷനിലും ഈ ഡ്യൂട്ടി ഡെലിഗേഷനിൽ അതിന്റെ എൻഡ് റിസൾട്ട് കാണുന്നില്ല എന്ന് പറയപ്പെടാറുണ്ട്. ഇതിൽ ബേസിക്കലി ഇതിന്റെ ആക്ച്വലി കാരണം എന്തായിരിക്കും? ഓക്കെ, ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഇതിന് ആൻസർ പറയാം. ഒരു സ്ട്രീറ്റിലൂടെ ഒരു ലേഡി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ആളുകൾ കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുന്നതായിട്ട് ഈ ലേഡി ശ്രദ്ധിച്ചു. അതിലൊരാളോട് ചോദിച്ചു, വാട്ട് ആർ യു ബിൽഡിങ്? നിങ്ങൾ എന്താണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, വി ആർ ബിൽഡിങ് എ വാൾ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ആ ലേഡിക്ക് വീണ്ടും ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വീണ്ടും രണ്ടാമത്തെ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ രണ്ടാമത്തെ ആൾ പറഞ്ഞു, വി ആർ ബിൽഡിങ് എ ചർച്ച്. രണ്ടുപേരും ഒരേ ടീമിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ രണ്ടുപേരും പറഞ്ഞത് രണ്ട് ആൻസറാണ്. ഓക്കെ, ഇവിടെ ആദ്യം മറുപടി പറഞ്ഞ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഡ്യൂട്ടി എന്താണ് എന്ന് അവന് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ പർപ്പസ് അറിയില്ല, എന്താണ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയില്ല. വൈ വി ആർ ഡൂയിങ് ദിസ് വർക്ക്, നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതിന്റെ പർപ്പസ് ആ പുള്ളിക്ക് അറിയുന്നില്ല. അതേസമയം രണ്ടാമത്തെ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാം എന്താണ് നിർമ്മിക്കേണ്ടത്, എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പർപ്പസ്, അതറിയാം. ഇതിന്റെ നട്ട്ഷെല്ലിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ സെൻസ് ഓഫ് പർപ്പസും വാല്യൂ ഓഫ് പർപ്പസും മിസ്സാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാനമായിട്ട് പറയുന്നത് അല്ലേ? ഈ ഇഫക്റ്റീവ് ഡെലിഗേഷൻ ഒരു 3 പ്രോസസ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ കാര്യമാണ് വാട്ട് എന്നുള്ളത്. എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് വാട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹൗ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രോസസ്. എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇറ്റ്സ് അബൌട്ട് പ്രോസസ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വൈ. വാട്ട് ഈസ് ദ പർപ്പസ്, വൈ വി ആർ ഡൂയിങ് ദിസ് വൺ, വൈ വി ആർ ബിൽഡിംഗ് ദിസ് വാൾ, വാട്ട് ഈസ് ഇറ്റ് ഫോർ, ഇതെന്തിനു വേണ്ടിയാണ് ഈ വാൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. സോ ഓൾവേസ് ഗ്രേറ്റ് ലീഡേഴ്സ് ഓൾവേസ് ബിഗിൻ വിത്ത് വൈ, but ordinary leaders always begin with what or how. Okay. That is why the result is not happening.